അടുത്ത കാലത്ത് പങ്കെടുക്കാനിടയായ ഒരു കോൺഫറൻസ് മെഡിക്കൽ മേഖലയിലുള്ള നിർമ്മിത ബുദ്ധി അഥവാ AI-യുടെ ഉപയോഗത്തിനെ കുറിച്ചുള്ളതായിരുന്നു. പല രസകരമായ പല താല്പര്യപ്രദമായ പ്രബന്ധങ്ങളും അവിടെ അവതരിപ്പിക്കപ്പെട്ടു. മിക്കവാറും പ്രബന്ധങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകളിലോ അതുപോലെ എഞ്ചിനീയറിംഗിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളോ ഒക്കെയാണ് അത് അവതരിപ്പിക്കാൻ മുൻകൈയെടുത്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ ഇതിലുള്ള താല്പര്യം കൂടി വരുന്നതായി കാണാം. പക്ഷേ നിർഭാഗ്യവശാൽ അതിൽ പങ്കെടുത്തവരിൽ വളരെ ഒരു ചെറിയ ശതമാനം പേർ മാത്രമേ മെഡിക്കൽ മേഖലയിൽ നിന്ന് നേരിട്ട് വന്നവരായിട്ട് ഞാൻ കണ്ടുള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏത് മേഖലയിലാണെങ്കിലും ഒരു AI ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ആ മേഖലയെക്കുറിച്ചുള്ള അറിവും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു ടീം പോലെ പ്രവർത്തിക്കുമ്പോഴേ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള AI വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിലെ കാലിഫോർണിയയിൽ കരൺദീപ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം പ്രശസ്തനായ ഒരു നെഫ്രോളജിസ്റ്റാണ്. പക്ഷേ അതോടൊപ്പം AI-യുടെ പ്രത്യേക എക്സ്പേർട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി എന്ത് തരത്തിലുള്ള AI ആണ് മെഡിക്കൽ മേഖലയിൽ വേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടുതൽ അവഗാഹം ഉണ്ടാകും. നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെയുള്ള കൂട്ട് പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറവാണ്.